വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ സ്തുതിക്കും. നിന്നത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വാഗ്ദത്തങ്ങളും അല്ലെങ്കിൽ അവകാശങ്ങളും തമ്മിലുള്ള തിരിച്ചറിവാണ്. എന്താണ് വാഗ്ദത്തം എന്ന് പറയുന്നത്? എന്താണ് അവകാശം എന്ന് പറയുന്നത്? വാഗ്ദത്തങ്ങൾ ആർക്കാണ്? അവകാശങ്ങൾ ആർക്കാണ്? ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായൊരു ബോധമുണ്ടാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിങ്ങൾക്ക് മുടിയനായ പുത്രന്റെ കഥ അറിയാം. മുടിയനായ പുത്രൻ തന്റെ അപ്പന്റെ അവകാശങ്ങൾ എന്തൊക്കെയാന്ന് മനസ്സിലായി. അപ്പനോട് ചോദിച്ചു, എന്റെ വസ്തുവകകൾ എനിക്ക് തരണം. അപ്പൻ അതിൽ തരില്ല എന്ന് പറഞ്ഞില്ല. അവൻ ചോദിച്ചത് അവന്റെ അവകാശം, ആ പ്രോമിസ് അല്ല. പ്രോമിസ് തരാതിരിക്കാൻ തരാം, പക്ഷെ അവകാശം നിനക്കുള്ളതാ, നിനക്ക് ലഭിച്ചേ ഒക്കത്തുള്ളൂ. എനിക്കിനി ഒന്നും നേടേണ്ട കാര്യമില്ല, കാരണം ഇതെല്ലാം എന്റെയാ. എന്റെ അപ്പനെയാണെങ്കിൽ അതെന്റെയാ. നിങ്ങളെന്താ കൈയടിക്കാത്ത? ഒരു ഹല്ലേലൂയ പറ. പക്ഷേ നമ്മുടെ തലയില് ഇപ്പോഴും ചിലത് നേടണം, കിട്ടണം, നേടണം, കിട്ടണം എന്നാ വിചാരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ആരാന്ന് ശരിക്കും ഉള്ളിന്റെ ഉള്ളില് അറിയത്തില്ല. When you know your identity in Christ Jesus, then you will understand the Father God is my Father. Everything belongs to Him, belongs to me. So that is not a promise, that is my right. That is my right from the day of I started to believe in Christ Jesus. ഞാൻ എപ്പോഴാണ് ക്രിസ്തുവിൽ എൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കുന്നത്, അപ്പോൾ മുതൽ ഞാനൊരു കാര്യം മനസ്സിലാക്കാം. വേറൊന്നുമല്ല, സ്വർഗത്തിലായിരിക്കുന്ന പിതാവ് എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവിന് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു അതല്ല എൻ്റെതാണ്. അതൊന്നും എനിക്കിനി വാഗ്ദത്തമല്ല, അതല്ല ഇനി എൻ്റെ അവകാശമാണ്. അതെല്ലാം എന്റെ അവകാശമാണ്, എന്റെ വാഗ്ദത്തമല്ല. വാഗ്ദത്തം മറ്റൊരാൾക്കാണ്. ഇത് അപ്പന്റെ സ്വത്തിന്റെ അവകാശിയാ ഞാൻ എന്നത് ഗ്രഹിക്കണം. So our problem, we lose our identity. We don't know who we are. നമ്മുടെ പ്രശ്നം നമ്മുടെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല. You have to know who you are. നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ ആരാണെന്ന്. You have to align your life and your words and your thoughts, everything you have to align with this truth. ഈ സത്യം മനസ്സിലാക്കി നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ജീവിതവും അതിനൊപ്പം ചേർന്ന് നടക്കാൻ ഇടയാകണം. Automatically your rights will follow you. Amen. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളെ പിന്തുടരാൻ ഇടയാകും. I'm going to give a very big difference between the promises and the truths and heritages. അവകാശവും പൈതൃകവും വാഗ്ദത്തവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു. Listen to me very carefully. എന്നെ ശ്രദ്ധിച്ച് കേട്ടാലും. Just imagine. So 3 weeks or 2-3 weeks before, I was looking at his old photo, you know. ഞാൻ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ജോഹയുടെ പഴയ ഫോട്ടോ നോക്കുകയായിരുന്നു. No beard. താടിയില്ല. When I look at him, he's totally different. ഞാൻ അതിനകത്ത് നോക്കിയ സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടാണ് ജോഹ ആയിരിക്കുന്നത്. After 4 years now, just 4 years different, but he's extremely different. 4 വർഷത്തെ വ്യത്യാസത്തിൽ ഒരു വളരെ വ്യത്യാസം ജോഹയ്ക്കുണ്ടായി. He's a grown person now. ഇപ്പൊ ഒരു വളർന്ന വ്യക്തിയാണ്. Are you listening to me? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? I sent him to US to study. ഞാൻ യുഎസിലേക്ക് പഠിക്കാനായി പറഞ്ഞു വിട്ടു. But just imagine, ask our Princey, did she going to send her the, what's her name? Levina to US without any support, without any person?
Can she do like that? നമുക്ക് പ്രിൻസി സഹോദരിയോട് ചോദിക്കാം, പ്രിൻസി സഹോദരി മകളായ ലെവീനെ ഇപ്പൊ US ഒരു സഹായമില്ലാതെ പറഞ്ഞയക്കോ എന്ന് നമുക്ക് ചോദിക്കാം. ഒരിക്കലുമില്ല. She don't know anything. കാരണം ആ കുഞ്ഞിനൊന്നും അറിയത്തില്ല. So yesterday, day before yesterday, every day now he is going to buy something for me. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന് മുമ്പത്തെ ദിവസമൊക്കെ പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരുന്നത് ജോഹയാണ്. I send him. ഞാൻ അവന് പറഞ്ഞു വിടാറുണ്ട്. നമുക്ക് എന്നെ മനസ്സിലായോ? But just imagine 4 years before, I won't do that. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അത് ചെയ്യത്തില്ലായിരുന്നു. Maybe I will allow him 500 rupees and send him to buy something. ഞാൻ ചിലപ്പോൾ 500 രൂപ കൊടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ ചിലപ്പോൾ പറഞ്ഞു വിടും. Now I can give him 100,000 and send him to buy something. ഞാൻ എനിക്കിപ്പോ വേണമെങ്കിൽ 10,000 1 ലക്ഷം കൊടുത്തിട്ട് എന്തെങ്കിലും വാങ്ങിക്കാനായി പറഞ്ഞു വിടാം. Because he grown. കാരണം ഇപ്പൊ അവൻ വളർന്നു. He grown to handle the things. ഇപ്പൊ കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ അവൻ വളരുവാനിടയായി. When he grown to handle the things, he started to handle my wealth. എപ്പോഴാണോ കാര്യങ്ങൾ പൂർണ്ണമായി കൈകാര്യം ചെയ്യാനായി വളർന്നത് അപ്പോഴും മുതൽ എന്റെ സമ്പത്ത് മൊത്തം അവൻ കൈകാര്യം ചെയ്യാനായി തുടങ്ങി. So how I transfer my wealth to him, when he grow, that the day I will transfer my wealth. That's wealth belongs to him, but I can't transfer because he not grown. അവൻ എപ്പോഴാണോ വളരുവാനിടയായത് അപ്പോഴും മാത്രമാണ് എന്റെ സമ്പത്തിനെ കൈകാര്യം ചെയ്യാൻ അവന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാൻ ഇടയായത്. എപ്പോഴും അവൻ വളരാത്തിടത്തോളം കാലം എന്റെ സമ്പത്തിനെ അവന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായി സാധിക്കത്തില്ല. Living in your rights, you need to grow. നിങ്ങളുടെ അവകാശങ്ങളിൽ ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങളിൽ ജീവിക്കണമെങ്കിൽ നീ വളരേണ്ട ആവശ്യമാണ്. If you want to get promises, you have to fast and pray. നിനക്ക് അവകാശങ്ങൾ പ്രാപിക്കണമെങ്കിൽ നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അവകാശങ്ങളല്ലോ, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. Most of the people are crying for their promises. അവരുടെ ആൾക്കാർ കൂടുതലും അവരുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കരയുകയാണ്. They fast and cry and fast for their promises. അവർ ഉപവസിക്കുകയും കരയുകയും ചെയ്യും അവരുടെ വാഗ്ദത്തങ്ങൾ ലഭിക്കാനായി. I'm not crying to get my promises from my father. When I am grow, my father automatically give all his belongings to me because I am grown to handle it. എന്റെ വാഗ്ദത്തങ്ങൾ ലഭിക്കാൻ വേണ്ടി ഞാൻ കരയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എപ്പോഴാണോ വളരുവാൻ ഇടയായത് അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ പിതാവ് എന്റെ അവകാശങ്ങൾക്ക് എപ്പോഴാണോ ഞാൻ വളരുവാൻ ഇടയായത് അപ്പോൾ മുതൽ എന്റെ അവകാശങ്ങൾ പിതാവ് എന്നെ ഏൽപ്പിക്കുവാൻ ഇടയായി. ഞാൻ ഇവളുടെ കയ്യിൽ ചെറുപ്പത്തിൽ 100 രൂപ പോലും കൊടുക്കത്തില്ലായിരുന്നു. കാരണം ഇവൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. ഇവള് വളർന്നപ്പോൾ ഞാൻ അവൾക്ക് എന്താണ് ആവശ്യം അത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവൾക്ക് എന്താണ് ആവശ്യം അവൾ ഇത് എടുക്കുകയാണ്. കാരണം വളർന്നപ്പോൾ എൻ്റെ സ്വത്തിനെ ഹാൻഡിൽ ചെയ്യാൻ ഇവൾ പഠിച്ചു. ഇവിടെ എത്രയധികം എൻ്റെ സ്വത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നോ അത്രയധികം ഇവൾക്ക് അത് ഉപയോഗിക്കാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ ആളുകൾ ഇപ്പോഴും കരയുകയാണ്, ദൈവമേ നൽകണേ, ദൈവമേ അത് നൽകണേ, ദൈവമേ ഇത് നൽകണേ. അവർ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അവർക്കത് കിട്ടാനാണ്. പക്ഷെ അറിയേണ്ടത് ദൈവത്തിന്റെ മക്കളായാൽ, മക്കൾ എന്ന പദവിയിലേക്ക് വന്നാൽ കരയും നിലവിളിക്കുകയല്ല വേണ്ടത്, വളരുകയാണ് വേണ്ടത്. അത് ഹാൻഡിൽ ചെയ്യാൻ തക്ക വേണം. കുറച്ചു പേർക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കാം. പ്രയോജനപ്പെടുന്നുണ്ടോ? ഇല്ല. എൻ്റെ ദൈവമേ, വാക്തത്വവും അവകാശവും തമ്മിൽ കൂട്ടിയിടിച്ച് എത്രയോ വർഷങ്ങൾ നടന്നിട്ടുണ്ടെന്നറിയോ? ഇപ്പോൾ എന്താ എൻ്റെ അവകാശം എന്ന് എനിക്കറിയാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ പ്രോമിസുകളും ഒരിക്കൽ എനിക്ക് വാക്തത്വങ്ങളായിരുന്നു. ഇപ്പോൾ എനിക്ക് വാക്തത്വങ്ങളല്ല, അതെൻ്റെ അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശമാണ്. അയ്യോ, ഭയങ്കരോ. ഇനി ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് അയ്യോ ദൈവമേ ദൈവമേ എന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ വളരുന്ന അനുസരിച്ച് എന്നിൽ അതുണ്ടായിക്കൊണ്ടേയിരിക്കും, എനിക്കത് ലഭിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മകനാകുന്നതിനേക്കാൾ മുമ്പ് എന്തായിരുന്നു? അത് വാക്തത്വങ്ങളായിരുന്നു. ഇപ്പോഴോ പ്രോമിസ് അല്ല, സ്വന്തമാണ്. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, മകനാവണേക്കാൾ മുമ്പ് അതെനിക്ക് എന്ത് ചെയ്യണമായിരുന്നു? കിട്ടണമായിരുന്നു, ചോദിക്കണമായിരുന്നു, ലഭിക്കണമായിരുന്നു, ദൈവം തരണമായിരുന്നു. ഇപ്പോ ഞാൻ മകനായപ്പോ എനിക്ക് ചോദിക്കണോ വരണോ അതൊന്നല്ല, അതെല്ലാം എൻ്റെ ആയി തീർന്നു, എൻ്റെ അവകാശമായി. കൈയടിക്കുന്നില്ല നിങ്ങൾ, ആമേൻ പറയുന്നില്ല.
പക്ഷേ ക്രിസ്തീയ വിശ്വാസികള് ഇന്നും ജീവിക്കുന്നത് പ്രോമിസിനോട് ബന്ധിക്കപ്പെട്ടാണ്, അവകാശങ്ങളോട് ബന്ധിക്കപ്പെട്ടല്ല. മകനെന്ന വെളിപ്പാട് ഉണ്ടാകാത്തോടത്തോളം കാലം അവന്റെ കാര്യം ദൈവമേ തരണേ എന്നാണ്. മകനെന്ന പദവിയിലേക്ക് വരുന്ന നിമിഷം മുതൽ ദൈവമേ തരണേ അല്ല, അതെന്റെയാണ്. നിങ്ങളെന്താ കൈയടിക്കാത്ത? ആ മകനെന്ന വെളിപ്പാടിലേക്ക് വരുമ്പോ അതെല്ലാം ദൈവം നമുക്ക് കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം നമുക്ക് അതിന്റെ സ്വാതന്ത്ര്യം തരും. ഓ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. പറ, ഞാൻ എത്ര സമയം എടുക്കുന്നറിയോ ഈ കുഞ്ഞു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ? എൻ്റെ ദൈവം, ഇത് നിങ്ങളുടെ തലയിൽ രജിസ്റ്റർ ആയേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലെന്ന് തോന്നുന്നുണ്ടാ വീണ്ടും പറയുന്നേ. നിങ്ങളുടെ അകത്ത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മനസ്സിലാകുന്നു ഇല്ല? നിങ്ങൾ ഏതിനകത്താ ജീവിക്കുന്നേ? അവകാശങ്ങളിലാണോ വാഗ്ദത്തങ്ങളിലാണോ? ക്രിസ്തുവിൽ ഞാൻ ആരാന്ന് അറിയാത്തതാണ് എൻ്റെ പരാജയം. നിങ്ങൾ നടത്തിയിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് അറിയാത്തതാണ് എൻ്റെ പരാജയം. ഞാൻ ക്രിസ്തുവിൽ ആരാന്ന് മനസ്സിലാക്കുന്നതാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. ഞാൻ ആരാ? അവൻ്റെ മോനാ. ഒന്ന് ഉറക്കെ പറ, ഞാൻ ആരാ? ഞാൻ അവൻ്റെ മോനാണ്. യേശുവിൽ വിശ്വസിച്ച മുതൽ ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ചുകൊണ്ട് പറ, ഞാൻ ദൈവത്തിൻ്റെ. നിങ്ങൾ അറിയേണ്ടത്, ഈ സകല വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ നന്മകളാണ്. അതെൻ്റെ അപ്പൻ്റെയാണ്. എൻ്റെ അപ്പനിലേക്ക് ഞാൻ മകനായി തീർന്ന നിമിഷം മുതൽ എഴുതപ്പെട്ട വാഗ്ദത്തങ്ങളെല്ലാം എൻ്റെ അവകാശത്തിൻ്റെ ഭാഗമായി. ഓ ഹല്ലേലൂയ. Now you know who you are in Christ Jesus. ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന്. You have to respond to the word. നിങ്ങൾ അതിനോട് പ്രതികരിക്കേണ്ട ആവശ്യമാണ്. When you not only respond, you have to align your life with that truth. നിങ്ങൾ പ്രതികരിക്കുക മാത്രമല്ല, ആ സത്യത്തോട് നിങ്ങളുടെ ജീവിതത്തെ അലൈൻ ചെയ്ത് കൂടെ കൊണ്ട് നടക്കേണ്ട ആവശ്യമാണ്. Just imagine, this is the word of God. ഇത് ദൈവവചനം ഒന്ന് സങ്കല്പിക്കുക. So I have to align my life with the word of God. ഈ ദൈവവചനമായിട്ട് ചേർന്ന് എന്റെ ജീവിതത്തെ ചേർന്ന് നടക്കേണ്ട എന്റെ ആവശ്യമാണ്. I have to align my thoughts and words, my whole life with this understanding. എന്റെ ചിന്തകളും എന്റെ സംസാരവും എന്റെ ജീവിതം മുഴുവനോ ഈ മനസ്സിലാക്കലുമായിട്ട് ചേർന്ന് നടക്കേണ്ട ആവശ്യമാണ്. That produce success in me. അത് എന്നിൽ വിജയം കൊണ്ടുവരാൻ ഇടയാകും. Hallelujah. Hallelujah. You have to respond to the word. നിങ്ങൾ ദൈവവചനത്തോട് പ്രതികരിക്കണം. You are the child of God. നീ ദൈവ വൈതലാണ്. It is a very simple truth. അതൊരു വളരെ നിസ്സാരമായ സത്യമാണ്. But when you know you are a child of God, നിങ്ങൾ ദൈവ വൈതലെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ all promises become a right to you or a heritage for you. Amen. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ എല്ലാം നിങ്ങളുടെ അവകാശമായി മാറ്റപ്പെടുവാൻ ഇടയാകും. Let's turn to one more scripture, 1 John chapter 3 verse 16. നമുക്ക് ഒരു വാക്യത്തിലൂടെ യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that he gave his only son, that whoever believe in him should not perish but have eternal life. നിങ്ങൾ ആ വാചകം എടുത്തോ? It's a beautiful scripture. What is saying? എന്താണ് ഇത് പറയുന്നത്? Those who believe in Christ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ should not perish. അവർ നശിച്ചു പോകത്തില്ല. Why you should not perish? എന്തുകൊണ്ടാണ് നശിച്ചു പോകാത്തത്? When he believe in Christ, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ that moment onwards, ആ നിമിഷം മുതൽ the life of God come into the heart. ദൈവത്തിന്റെ ജീവൻ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. The truth is, സത്യം എന്ന് പറയുന്നത് you will not perish. നിങ്ങൾ നശിച്ചു പോകത്തില്ല. Why you should not perish? എന്തുകൊണ്ടാണ് നീ നശിച്ചു പോകാത്തത്? The life of God is in you. ദൈവത്തിന്റെ ജീവൻ എന്റെ അകത്തുണ്ട്. Do you think it's a promise or a reality? അത് വാഗ്ദത്തമാണോ അത് സത്യമാണോ? God is going to give you life or God is already given you life? ദൈവം നിനക്ക് ജീവൻ തരാൻ പോകുന്നു എന്നാണോ? ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുണ്ടെന്നാണോ? Tell me. പറഞ്ഞാല് When you accept Christ Jesus, from that day onwards the life of God is in you. നിങ്ങൾ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന സമയം മുതൽ ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുണ്ട്. For what God gave the life of God in you? എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്ത് തന്നത്? Should not perish. നീ നശിച്ചു പോകാതിരിക്കാൻ.
But still now, look at yourself. You are crying for, Lord, Lord, I am perishing, help me. That's what you are crying. നിങ്ങൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ ഞാൻ നശിച്ചു പോകുന്നു, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. എന്നെ നാശത്തിന് വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇതിനകത്തിരിപ്പുണ്ട്. Lord, Lord, I am perishing, help me. That's what we are praying. ഞാൻ നശിച്ചു പോകുന്നു, എന്നെ സഹായിക്കണേ. We are fearful about our future. We are fearfully thinking we are going to perish in our future. നമ്മൾ നമ്മുടെ ഭാവിയെ ഭയത്തോടെ നോക്കുകയാണ്. ഭാവിയിൽ ഞാൻ നശിച്ചു പോകാൻ ഇടയുണ്ടെന്ന് ഭയത്തോടെ നമ്മൾ നോക്കുവാൻ ഇടയാകുന്നു. Listen, why Holy Spirit, why God Jesus given you the life? എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നിനക്ക് ജീവൻ തരുവാൻ ഇടയായത്? So simple. God has a plan for you. You should not perish. ദൈവത്തിന്റെ ഒരു പദ്ധതി നിന്നെ കുറിച്ച് ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, നീ നശിച്ചു പോകരുത്. That's why he given you life. അതുകൊണ്ടാണ് അവന്റെ ജീവൻ നിനക്ക് തന്നത്. So from that day onwards no one can destroy you. അന്ന് ആ നിമിഷം മുതൽ ആർക്കും നിന്നെ നശിപ്പിക്കാനായി സാധിക്കത്തില്ല. This is your identity. ഇതാണ് നിന്റെ വ്യക്തിത്വം. No one can destroy you. ആർക്കും നിന്നെ തകർക്കുവാനായി സാധിക്കത്തില്ല. No cancer can destroy you. ക്യാൻസർ നിന്നെ നശിപ്പിക്കാൻ സാധിക്കില്ല. Diabetes can destroy you. Yes. Nerve problems can destroy you. Nothing can destroy you. ഞരമ്പ് രോഗത്തിനോ ഒരു പ്രശ്നത്തിനും നിന്നെ തകർക്കുവാനായി സാധിക്കത്തില്ല. Because life of God is in you now. കാരണം ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ പറ. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള എൻ്റെ വ്യക്തിത്വത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ മാത്രമേ ഞാൻ സൂപ്പർ നാച്ചുറലിൽ ജീവിക്കത്തുള്ളൂ. ആമേൻ. ഒരു വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുന്നതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ജയം എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ നീ ആരാണെന്നും നിന്റെ ഐഡൻറ്റിറ്റി എന്താണെന്നും മനസ്സിലാക്കിയാട്ടെ. അത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് എൻ്റെ അവകാശങ്ങളെ സ്വന്തമാക്കുവാനായി കഴിയും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ സിസ്റ്ററുടെ പേര് ഷാമില എന്നാണ്. കൊല്ലങ്കോട് എന്ന ഭാഗത്തുനിന്ന് വരുന്നു. ഈ സിസ്റ്റർക്ക് മക്കൾക്കും ദൈവം കൊടുത്തൊരു അത്ഭുത സൗഖ്യത്തിന്റെ സാക്ഷ്യവുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത്, ഒരു ദിവസം ഈ സിസ്റ്ററുടെ ശരീരത്തിന്റെ ഇടതുവശത്ത് 2 കുരുക്കൾ ഉണ്ടായി വന്നു. ആ കുരുക്കൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചിക്കൻ ബോക്സ് ആണ്. പക്ഷെ അത് അകത്ത് ഞരമ്പിലാണ് ചിക്കൻ ബോക്സ് വന്നിരിക്കുന്നത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിൽ മാത്രമേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ സിസ്റ്റർ വിശ്വാസത്തോടു കൂടി നമ്മുടെ ജീസസ് ടൈമിലും പാലക്കാട് ചർച്ചിലും വിളിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, സിസ്റ്ററുടെ ശരീരത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത വണ്ണം കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു എന്നാ സാക്ഷ്യം. കുരുക്കളെല്ലാം മാറിപ്പോയി. ഞാൻ 6 മാസം എനിക്ക് ഡോക്ടർ മരുന്ന് കഴിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഫ്രൈഡേ മീറ്റിങ്ങിൽ സനൽ ബ്രദർ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ പ്രാർത്ഥന വിഷയം എഴുതി അയച്ചു. അപ്പോൾ സനൽ ബ്രദർ പറഞ്ഞു, ഷാമില സിസ്റ്റർ ഇന്ന് ചിക്കൻ ബോക്സ് ഇന്ന് പുറത്ത് വരുന്നു പറഞ്ഞു. അത് അപ്പോൾ തന്നെ എനിക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ ഒരു ശക്തി അവിടെ അഴിഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് അപ്പം ആ സമയം തന്നെ സുഖമായി. കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. താങ്ക് യു ജീസസ്. 2 മക്കൾക്കും ചിക്കൻ ബോക്സ് ആയിരുന്നു. സിസ്റ്റർ അതേപോലെ തന്നെ ജീസസ് ടൈമിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. മക്കളുടെ ചിക്കൻ ബോക്സും അതോടൊപ്പം തന്നെ മാറിപ്പോയെന്ന സിസ്റ്റർ സാക്ഷ്യപ്പെട്ടു. സിസ്റ്റർ ഇത് കാണുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നു. വന്ന ശേഷമാണ് കുഞ്ഞുങ്ങൾക്കും വന്നത്. അപ്പം ഞാൻ അതേ തന്നെ ജീസസ് ടൈമിൽ പ്രാർത്ഥിച്ചപ്പോൾ സനൽ ബ്രദർ പറഞ്ഞു ആൽപ്പിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 3 പേർക്കും ചിക്കൻ ബോക്സ് ആയിരുന്നു. എന്നാൽ കർത്താവ് പൂർണ്ണമായി വിടുവിച്ചു. സിസ്റ്റർ വളരെ വിശ്വാസത്തോടെ ഇവിടെ ആയിരിക്കുന്ന കർത്താവ് ചെയ്തതിനായി സ്തോത്രം ചെയ്യട്ടെ. 2018 നമ്മുടെ തൃശ്ശൂർ പബ്ലിക് മീറ്റിംഗ് വെച്ച് നടന്ന ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ ബ്രദർ ആയിരിക്കുന്നത്. ഈ ബ്രദറിന്റെ പേര് നാരായണൻ. പട്ടാമ്പി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ബ്രദറിനെ 1 വർഷത്തോളം ഡിസ്കിന് കംപ്ലൈന്റ് ആയിരുന്നു. ഡോക്ടറെ കാണിച്ചു സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഞരമ്പ് ബ്ലോക്ക് ആയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 2018 പബ്ലിക് മീറ്റിംഗിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ സൗഖ്യമായി എന്നാണ് പറയുന്നത്. 2018 നടന്ന അത്ഭുതമാണ്. അതെ അതെ. എന്തുവായിരുന്നു? ഡിസ്കിന് കുനിയാനും നൂരാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. കുനിയാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഈ വലത് കാലിന് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ തീരെ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ആയ സമയത്ത് 6 ഡോക്ടറെ കണ്ടിട്ട് ഒരു വ്യത്യാസമില്ല. 7ാമത് പെരിന്തമണ്ണ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു സ്കാൻ ചെയ്യണം. അപ്പോൾ അവിടെ പെട്ടെന്ന് സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അതിനുള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ട് തൽക്കാലം മടക്കി പോന്നു. പിറ്റേ ദിവസം വേദന കൂടിയ സമയത്ത് അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ ടാഗോർ ഹാളിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം ഉണ്ടാവും എൻ്റെ പെട്ടെന്നൊരു സർജറി പറഞ്ഞതാ, പക്ഷെ പെട്ടെന്നൊരു അത്ഭുതം കർത്താവ് ചെയ്യാനിടയായി. സോളി അതിനൊക്കെ രസം 7 ഡോക്ടർമാരെ കാണിച്ചു. 7 ഡോക്ടേഴ്സ് പറഞ്ഞ മറുപടിയോ? 7ാമത്തെ ഡോക്ടറാണ് പറഞ്ഞത്. ഈ ഹോസ്പിറ്റലിൽ രവി ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് കുറച്ച് പഴക്കമുള്ളതായതുകൊണ്ട് ഓപ്പറേഷൻ നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സാമ്പത്തികമായിട്ട് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം മടങ്ങിപ്പോന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അതേപോലെ വീട്ടിൽ കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി വേദന കൂടി. അങ്ങനെ ഇവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ള അറിഞ്ഞ സമയത്ത് ഞാൻ എന്തായാലും വേണ്ട മീറ്റിങ്ങിൽ പങ്കെടുക്കണം, അവിടെ എനിക്ക് സൗഖ്യം ലഭിക്കുന്നുള്ള എൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം പങ്കെടുത്തു. അന്ന് സൗഖ്യമായി. പിറ്റേ ദിവസം ഞാൻ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേദന പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മഴ എടുത്തിട്ട് അവിടെ വിറക് വലിയൊരു പന കിടക്കുന്നുണ്ട്, അതിന്റെ പക്ഷെ വേദന തിരിച്ചു വന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഈ പറമ്പിൽ ഒന്ന് കിളച്ചു നോക്കി. അങ്ങനെ പല രീതിയിൽ ഞാൻ ചെയ്തു നോക്കിയാ, പക്ഷെ ആ വേദന തിരിച്ചു വന്നില്ല. ഇന്ന് വരെ എനിക്ക് ആ വേദന തിരിച്ചു വേദന കൂടിയപ്പോൾ മീറ്റിങ്ങിന് വരാമെന്നാണ് ചിന്തിച്ചത്. വിശ്വാസത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമായി തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ബ്രദർ ആദ്യം ചെയ്തത് കർത്താവിന്റെ സൗഖ്യം തന്റെ ശരീരത്തിൽ എത്രത്തോളം എന്ന് പരീക്ഷിക്കുകയാണ് ചെയ്തത്. ദൈവം കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. ഏകദേശം 5 വർഷത്തിന് മുമ്പുള്ള കാര്യം കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം ബ്രദറെ. താങ്ക് യു ജീസസ്. ബ്രദർ, കർത്താവ് നൽകിയ ഒരു അത്ഭുത സൗഖ്യം സാക്ഷ്യപ്പെടുത്തുവാനാണ് ഈ സിസ്റ്റർ ആയിരിക്കുന്നത്. ഈ സിസ്റ്ററുടെ പേര് ശാന്ത എന്നാണ്. ചിറ്റണ്ടയിൽ നിന്നാണ് ആ സിസ്റ്റർ കടന്നു വരുന്നത്. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ ഒരു അത്ഭുത സൗഖ്യം ചേച്ചി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായത് കുരിയച്ചിറയിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ ബ്രദർ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എല്ല് തേയ്മാനമുള്ളവർക്ക് ഇപ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാകുമെന്ന് ബ്രദർ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആ സിസ്റ്റർ വിശ്വാസത്തോടെ അത് ഏറ്റെടുത്തു. കർത്താവ് ഒരു അത്ഭുത സൗഖ്യം നൽകി. ചേച്ചിക്ക് എന്തോ ഉണ്ടായിരുന്നത്? കടച്ചിലായിരുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു? ഡിസ്കിന്റെ കംപ്ലൈന്റ്. ഒഴിച്ചിലൊക്കെ കഴിഞ്ഞതാണ്. കഴിഞ്ഞ എവിടെ ഒഴിച്ചിൽ പോയത്? പഞ്ചകർമ്മല്. ഓക്കെ. അതിനുശേഷം മാറ്റം ഉണ്ടായില്ല? അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അപ്പൊ ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 3 കൊല്ലം അടുപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ബുദ്ധിമുട്ട് കാരണം ചെയ്യാൻ പറ്റും. 3 കൊല്ലം അടുപ്പിച്ച് ഒഴിച്ചിലിൽ പോകണമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് ബുദ്ധി കാട്ടാനും പോയില്ല. പക്ഷെ കാലിന് കഴുപ്പും നടുവിന് ഡിസ്കിന് പ്രയാസം. കടച്ചില് ഒന്നും നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. അവിടുന്ന് ചേച്ചിയെ കർത്താവ് സൗഖ്യമാക്കി. ഒഴിച്ചിൽ നടത്തിയതാണ്, പക്ഷെ 1 വർഷം പോകാൻ പറ്റിയുള്ളൂ. 3 വർഷം പോകണമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ പൂർണ്ണമായിട്ട് സൗഖ്യമായെന്ന് പറയുന്നു. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അതേപോലെ തന്നെ വേദന, കടച്ചിൽ, കുനിയാനും നിവരാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു. ഇത് ആ വിശ്വാസത്തോടെ ഏറ്റെടുത്തപ്പോൾ തന്നെ എല്ല് തേയ്മാനം മാറുമെന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്തപ്പോൾ തന്നെ ബാക്കിയുള്ളതെല്ലാം സൗഖ്യമായി എന്ന് പറഞ്ഞ അമ്മയുടെ കാലിന്റെ പിടുത്തവും വേദനയും തേയ്മാനവും എല്ലാം മാറിപ്പോയി. ഇപ്പൊ കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി പറയാം. സന്തോഷമായിട്ട് കേട്ടോ. അമ്മയും വന്നേ. അമ്മയുടെ പേരെന്താന്ന് പറഞ്ഞേ? ശാന്ത. ഞാൻ അമ്മ അടുത്ത് വന്ന് നിന്നപ്പോഴേ എനിക്ക് തോന്നുമായിരുന്നു അമ്മയുടെ ഈ ഭാഗത്തൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ ഈ ഷോൾഡർ കൊണ്ട് ചിലപ്പോൾ ജാക്കറ്റ് ഇടാൻ പറ്റാത്ത വിധത്തിൽ ഇതും കൊണ്ട് തിരിഞ്ഞു വരത്തില്ല. ഉറക്കെ പറ. ഉണ്ട്? ഞാൻ കേട്ടില്ല. ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നു അത് ഇപ്പൊ സൗഖ്യമാകാൻ കർത്താവിന് കഴിയുമെന്ന്? ഈ അമ്മയ്ക്ക് ഷോൾഡറിന് മാത്രമല്ല എൻ്റെ പ്രശ്നം. എന്നെ കർത്താവ് കാണിച്ചത് അമ്മയുടെ ഈ ഇടത്തെ ചെവിയിലൊരു പ്രയാസമുണ്ട്. അമ്മയ്ക്ക് കേൾക്കാം, പക്ഷേ പലപ്പോഴും വ്യക്തമല്ല. അതുകൊണ്ട് അമ്മ ഈ ഫോണൊന്നും ഇവിടെ വെക്കത്തില്ല, ഇവിടെ വെക്കുള്ളൂ. ശരിയാ? നിങ്ങൾ വിശ്വസിക്കുന്ന ഈ പകൽ യേശു കർത്താവ് ഇവരുടെ ചെവിയെ കൂടെ കർത്താവ് ഈ പകൽ തുറക്കുമെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഈ ചെവിക്ക് കുഴപ്പമുണ്ടെന്ന്? ഇല്ല. ഇപ്പൊ അമ്മയുടെ ചെവി തുറക്കുമോ? ഞാനിത് പറയുമ്പോ ചിലരുടെയും കൂടെ ചെവി പകൽ തുറക്കട്ടെ. ചിലരുടെ ചെവിയും കൂടെ കേൾക്കാൻ തുടങ്ങട്ടെ. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു ഒരാൾക്ക് വേണ്ടി ദൈവം വരത്തില്ല, വിശ്വസിക്കുന്നവർക്ക് മുഴുവൻ വേണ്ടി ദൈവം ചെയ്യുവാനുണ്ട്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അപ്പോൾ മനസ്സ് നുറങ്ങിയിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കട്ടെ. അപ്പാ ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ചെറുപ്പം മുതലേ കർത്താവിനെ അറിഞ്ഞ് ജീവിച്ചു,
പക്ഷേ എൻ്റെ ലൈഫിലായിരിക്കുന്ന എന്നെ ഞാനെടുത്ത ചില തീരുമാനങ്ങൾ എന്നെ വേദനയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, എൻ്റെ ലൈഫിനെ അത് കൈപ്പാക്കി എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട്. താങ്ക് യു ജീസസ്. കർത്താവെ, തൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന ആ വേദനയുടെ അനുഭവത്തിൽ നിന്ന് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരുവാൻ അവിടുത്തെ കൃപ പകർന്നിരിക്കാൻ നന്ദി പറയുന്നു കർത്താവെ. ആ വ്യക്തി ഇന്നു മുതൽ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ അപ്പാ. ഹല്ലേലൂയ. തൻ്റെ സാഹചര്യങ്ങളിൽ കർത്താവെ പുതിയ നിറങ്ങളുണ്ടാകട്ടെ അപ്പാ. കർത്താവെ, ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കട്ടെ അപ്പാ. ഇതുവരെ കാണാത്ത ചിലത് താൻ കാണട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്ക് നന്ദി പറയുന്നു. ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ സ്വരച്ചേർച്ചക്കുറവും നീങ്ങിപ്പോകട്ടെ. എല്ലാ വേദനയുടെ അനുഭവങ്ങളും നീങ്ങിപ്പോകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി നല്ല മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. തൻ്റെ കഴുത്തുകളിൽ, തൻ്റെ ഷോൾഡറിൽ അവിടെയെല്ലാം പെയിൻ തനിക്കുണ്ടാകും. അതേപോലെ പല എല്ലുകൾക്ക്, ജോയിൻസിന് എല്ലാം പലപ്പോഴും തനിക്ക് വേദന അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. എന്നാൽ കർത്താവ് ഇപ്പോൾ ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നത് കാണാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വേദനയുടെ അനുഭവം തൻ്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. അവിടുത്തെ സൗഖ്യം ഇപ്പോൾ അനുഭവിക്കട്ടെ അപ്പാ. അവിടുത്തെ സൗഖ്യം ഇപ്പോൾ അനുഭവിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കൊണ്ട്, അവിടുത്തെ നിറവ് കൊണ്ട് ഈ കുടുംബങ്ങൾ നിറയപ്പെടട്ടെ അപ്പാ. ക്രിസ്തു ഒരു വീട്ടിൽ വസിച്ചാൽ ആ വീടിൻ്റെ സ്ഥിതി മാറും. ആ വ്യക്തിയുടെ ജീവിത നിലവാരം മാറും കർത്താവേ. അപ്പോൾ ഈ കുടുംബങ്ങളിൽ അവിടുന്ന് ചെയ്ത ദൈവപ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലും നമുക്ക് എന്നുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.